ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയില വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടില സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വൈകിട്ട് ചായക്കടിക്ക് ഉണ്ടാക്കാൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മുരിങ്ങയില ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മുരിങ്ങയിലയാണ് ഞാൻ എടുത്തത്. 250 ml കപ്പിന് 2 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തത്. ഇനി അതേ കപ്പിന് 1 കപ്പ് കടലമാവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. അത്യാവശ്യം വലിയൊരു പച്ചമുളക് ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞിട്ട് ചേർക്കുക. പിന്നെ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതാണിത്. നല്ലൊരു ടേസ്റ്റാണ് ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കളറിന് ആവശ്യമായിട്ടൊരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും പച്ചമുളകും നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാൻ. അതിന് തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെല്ലാം ഒരുപോലെ ആയി കിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ മുരിങ്ങയില പൊക്കവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ച് എടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് നനച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. കണ്ടില്ലേ? പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ട് ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടാൽ മതി. കുഞ്ഞിതായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, പക്കവടയുടെ വലുപ്പത്തിൽ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പക്കവട പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റാണ്. കാരണം മുരിങ്ങയിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. പിന്നെ സിമ്പിളാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഫ്രൈ ആവും. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കാവും. പിന്നെ നമ്മൾ കടലമാവൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പക്കവട. നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലേക്ക് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ സ്നാക്ക് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്താലും മതി. ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മുരിങ്ങയില കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഇരിക്കുന്നത്. തണുത്ത് കഴിഞ്ഞാലും ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്